പതിറ്റാണ്ടുകളായി രാജ്യത്ത് സാന്നിധ്യമുള്ള മാരുതി സുസുക്കിയുടെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നാണ് മാരുതി സുസുക്കി വാഗണാർ. 1999 ഇന്ത്യയിൽ അവതരിപ്പിച്ചതു മുതൽ മാരുതി വാഗണാർ ഇന്ത്യയിൽ സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴിതാ ഈ വാഹനം ഉടൻ തന്നെ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. കമ്പനി വാഗണാറിൽ ഒരു ഹൈബ്രിഡ് സജ്ജീകരണം നൽകാൻ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഹൈബ്രിഡ് വാഗണാർ ഉടൻ ജപ്പാനിൽ അവതരിക്കും. ഇതിന് ശേഷമായിരിക്കും ഈ കാർ ഇന്ത്യയിലെത്തുക. ഈ കാറിന് 0.66 ലിറ്റർ ഇൻലൈൻ 3 ഡോഗ്സ് ഹൈബ്രിഡ് എഞ്ചിൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇലക്ട്രിക് മോട്ടോറിനൊപ്പം 64 PS പവർ നൽകും. ഇത് ECVT ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിക്കും. നിലവിൽ ഇന്ത്യയിലെ 3ാം തലമുറ വാഗണാറിന് 1 ലിറ്റർ K സീരീസ് പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുന്നത്. ഇത് CNG ഓപ്ഷനിലും ലഭ്യമാണ്. ഇവിടെ ചെറുകാറുകൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഹൈബ്രിഡ് സംവിധാനം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ മാരുതി ആരംഭിച്ചിട്ടുണ്ട്. വാഗണാറിന് പുറമെ സ്വിഫ്റ്റ്, ഡിസയർ, ഫ്രോക്സ് എന്നിവയിലും ഇത് ലഭിക്കും. 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും ലഭിക്കുക. ഹൈബ്രിഡ് വാഗണാർ നിലവിലെ 25.19 കിലോമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലിറ്ററിന് 30 കിലോമീറ്ററിലധികം മൈലേജ് നൽകും. അതിന്റെ എക്സ് ഷോറൂം വില 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. ഹൈബ്രിഡ് സംവിധാനത്തിൽ വാഗ്ദാനം ചെയ്യുന്ന മാരുതി വാഗണാറിന് 3395 mm നീളവും 1475 mm വീതിയും 1650 mm ഉയരവും ഉണ്ടായിരിക്കും. ഇതിന്റെ വീൽ ബേസ് 2460 mm ആയിരിക്കും. ഭാരം 850 കിലോഗ്രാമും ആയിരിക്കും. ഇതുകൂടാതെ അടുത്ത തലമുറ ജാപ്പനീസ് സ്പെക് മോഡലിന് ഹിംഗഡ് ഡോറുകൾക്ക് പകരം സ്ലൈഡിംഗ് ഡോറുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്.